പശ്ചിമേഷ്യയിൽ സംഘർഷ സാഹചര്യം അത് കൂടിക്കൂടി വരികയാണ്. അവിടെ നിലവിൽ വിവിധ രാജ്യങ്ങളിൽ ആക്രമണം നടക്കുന്നു. അത് ഈ രാത്രിയിലും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ജനവാസ മേഖലയിൽ അടക്കം തന്നെ സ്ഫോടനങ്ങൾ നടക്കുന്ന ശബ്ദവും ഒക്കെ കേൾക്കുന്നു എന്ന റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. സൗദിയിൽ എന്താണ് സ്ഥിതി എന്നറിയാം. ജലീൽ കണ്ണമംഗലം ജിദ്ദയിൽ നിന്ന് ചേരുന്നു. ജലീൽ, സൗദി അറേബ്യയിലടക്കം ഏറ്റവും ഒടുവിൽ സ്ഫോടനമുണ്ടായെന്ന സ്ഥിരീകരണം വന്നതാണ്. റിയാദിനടുത്തൊക്കെ സ്ഫോടനമുണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് നിലവിലെ സാഹചര്യം? നേരത്തെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉണ്ടായ ആക്രമണത്തെ അപലപിച്ച് സൗദി അറേബ്യ രംഗത്ത് എത്തിയതാണ്. പക്ഷേ അതിന് പിന്നാലെയാണ് അവിടെയും ഈ ആക്രമണം ഉണ്ടായെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഭരണകൂടം? പ്രാചീൻ, സൗദിയിലെ 2 സ്ഥലങ്ങൾക്ക് നേരെയാണ് ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നത്. റിയാദ്, അതോടൊപ്പം തന്നെ കിഴക്കൻ പ്രവിശ്യ ഖോബാർ, ദമാം ഉൾപ്പെടെയുള്ള കിഴക്കൻ പ്രവിശ്യക്ക് നേരെയും ഈ 2 സ്ഥലങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടന്നിരിക്കുന്നത് എന്നാണ് സൗദി വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിക്കുന്നത്. എന്നാൽ ഈ സ്ഥലങ്ങളിലൊക്കെ സ്ഥിതിഗതികൾ ശാന്തമാണ്, സാധാരണ നിലയിലാണ് എന്നും അല്പം മുമ്പ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ആക്രമണങ്ങളെ സൗദി വളരെ ശക്തമായി അപലപിച്ചു. സൗദി തീർച്ചയായിട്ടും ഈ ഇങ്ങനെ ഒരു ആക്രമണം പ്രതീക്ഷിച്ചില്ല. കാരണം അമേരിക്കയുടെ ഉടമസ്ഥതയിലുള്ള സൈനിക താവളങ്ങൾ അല്ല സൗദിയിലുള്ളത്. എന്നാൽ സൗദിയുടെ താവളങ്ങളാണ് അമേരിക്ക ഉപയോഗിക്കുന്നത്. 3000-ഓളം അമേരിക്കൻ സൈനികർ സൗദിയിലുണ്ട്. ഏതായാലും അപ്രതീക്ഷിതമാണ്. എന്നാൽ സ്ഥിതിഗതികൾ ശാന്തമാണ്. കാര്യമായ പരിക്കുകളോ മറ്റോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സൗദി ഈ ആക്രമണത്തെ അപലപിച്ചു. അതിനു പുറമെ സൗദിക്ക് നേരെയുള്ള ഈ ആക്രമണങ്ങളെ മറ്റു ഗൾഫ് രാജ്യങ്ങളും വളരെ ശക്തമായ രീതിയിൽ അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാനെ ആക്രമിക്കാൻ തങ്ങളുടെ ആകാശമോ മണ്ണോ ഒന്നും ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്ന് സൗദി UAE ഒക്കെ നേരത്തെ വ്യക്തമാക്കിയതാണ്. ഇത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് സൗദി ഈ വിഷയത്തിൽ അപലപിച്ചിട്ടുള്ളത്. ഈ വിഷയം ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇറാൻ സൗദിക്ക് നേരെ ആക്രമണം നടത്തിയിട്ട് തിരിച്ചടിക്കാനുള്ള അവകാശമുണ്ട് എന്നും ഈ പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട്. സൗദിയുടെ ഭൂമി സംരക്ഷിക്കാൻ സൗദിക്ക് അധികാരമുണ്ട്. സൗദിയിലെ പൗരന്മാർ, സൗദിയിലുള്ള വിദേശികൾ ഇവരെയൊക്കെ സംരക്ഷിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സൗദി വിദേശ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ മറ്റു ഗൾഫ് രാജ്യങ്ങളിലെ രാഷ്ട്ര നേതാക്കളുമായി ഈ വിഷയങ്ങളൊക്കെ സ്ഥിതിഗതികളൊക്കെ ചർച്ച ചെയ്തു. ഗൾഫ് രാഷ്ട്ര നേതാക്കൾ ഈ നിലവിലുള്ള സാഹചര്യങ്ങളെ കുറിച്ച് ടെലിഫോണിൽ ബന്ധപ്പെട്ടു അവർ സംസാരിച്ചു. UAE, ബഹ്റൈൻ, കുവൈത്ത്, ഖത്തർ, ജോർദാൻ ഭരണാധികാരികളുമായൊക്കെ കിരീടാവകാശി കാര്യം ചർച്ച ചെയ്തു. അതോടൊപ്പം തന്നെ ഈജിപ്ഷ്യൻ പ്രസിഡന്റും ഫ്രഞ്ച് പ്രസിഡന്റും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും ഒക്കെ കിരീടാവകാശിയുമായി ഫോണിൽ ബന്ധപ്പെട്ട് ഈ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ജലീൽ കണ്ണമംഗലമാണ് ജിദ്ദയിൽ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.